ഹായ് കൂട്ടുകാരെ. അപ്പോഴേ നമുക്ക് സ്ഥിരം ഇപ്പം നമ്മൾ ഈ ഫാം തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടിയൊക്കെ ഇരിക്കുന്നിട്ട് എനിക്കൊരു പേടി വരുന്നത്. കുളിച്ചിട്ട് പറഞ്ഞേ ഉള്ളൂ കേട്ടോ, അതിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഫാമിങ് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്ത് ഫാമിംഗ് ആണ് തുടങ്ങിയത്. എൻ്റെ മക്കൾ കിടന്ന് ഓടുക കണ്ടില്ലേ. ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആ പേടിയാണ് കണ്ടോ. പക്ഷേ ഇവർക്ക് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ, ഇവരങ്ങനെ വലിയ സീനൊന്നുമില്ല. ഇവന്മാരാണ് ഭയങ്കര സീന്. ഇനി നമ്മൾ തുടങ്ങിയിരിക്കുന്ന ഫാമിംഗ് എന്താണെന്ന് പറഞ്ഞുതരാം. പലരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്ത് ഫാമിംഗ് ആണ് തുടങ്ങിയിരിക്കുന്നത്. ഇന്നെനിക്ക് സത്യം പറഞ്ഞാൽ ഓർഡർ വരെ വന്നു, അതായത് കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട്. സംഗതി ഞങ്ങളിവിടെ തുടങ്ങിയിരിക്കുന്നത് ഇറച്ചി ഫാമാണ്. ഇറച്ചി ഫാം എന്ന് വെച്ചാൽ നമ്മൾ പൂവൻ കോഴികളെ വളർത്തി ഇറച്ചിക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളാണെങ്കിൽ ഒരു 50 പെടക്കോഴിയും കൂടി എടുത്തിട്ടുണ്ട്. അത് മുട്ടയ്ക്ക് വേണ്ടി നിർത്താൻ വേണ്ടിയിട്ട് 50 പെടക്കോഴി എടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാം തന്നെ പൂവൻ കോഴികളാണ്. അതായത് നമ്മൾ 2 മാസം 3 മാസം നിർത്തി വളർത്തിയതിന് ശേഷം നമുക്ക് ഇറച്ചിക്കടകളിലേക്ക് ചിക്കൻ കടകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളർത്താൻ വേണ്ടി എടുത്ത പൂവൻ കോഴികളാണ്. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. പെടക്കോഴികളെ വേണമെങ്കിൽ പെടക്കോഴികളെ മേടിക്കാം, പൂവൻ കോഴികളെ വേണമെങ്കിൽ പൂവൻ കോഴികളെ മേടിക്കാം. അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സെയിലിനുള്ള പ്രായം ആവത്തുള്ളൂ. കാരണം ഇപ്പം തൂവലൊക്കെ കിളിച്ച് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ ഒരാഴ്ച ആയതുള്ളൂ. മൊത്തത്തിൽ ഇതിൻ്റെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-11 ദിവസമായിട്ടുള്ള കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ട്. അപ്പോൾ എങ്ങനെ പോലും 2-3 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ 2 ആഴ്ചയും കൂടി കഴിഞ്ഞാലേ ഇവരെ നമുക്ക് സെയിൽ ചെയ്യാനുള്ളൊരു പരുവത്തിലോട്ടാവത്തുള്ളൂ. പിന്നെ ഇറച്ചിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും 2 മാസം അല്ലെങ്കിൽ 3 മാസം ആവും ഇറച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പം നമ്മളിതാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ നമ്മളങ്ങനെ കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല സത്യം പറഞ്ഞാൽ വളർത്തി ആ ഒരു മൈൻഡിലൊന്നും അല്ല. അതുകൊണ്ടാണ് അങ്ങനെ കൊറിയറൊന്നും ഇല്ലാത്തത്, അതുപോലെ തന്നെ കൊണ്ടു കൊടുക്കുകയും ചെയ്യാത്തത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് വേണേൽ വാങ്ങിക്കാം. പക്ഷെ നമ്മുടെ നമ്മൾ ഈ ഫാം തുടങ്ങിയതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് വളർത്തി ഇറച്ചിക്കടകളിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ മെയിൻ ബിസിനസ് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ മുട്ടയ്ക്ക് വേണ്ടി കുറച്ച് കോഴികൾ നമ്മൾ എടുത്തിട്ടുണ്ട്, അല്ലാണ്ട് കുറച്ച് മുട്ടക്കോഴികൾ നമുക്കുണ്ട്. അത് നമുക്ക് മുട്ടക്കച്ചവടം ഇവിടെ ഉണ്ട്. നാടൻ മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നാടൻ മുട്ട കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് കേട്ടോ.